അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രഭാത ഭക്ഷണമാണ്. അതിനായിട്ട് കുറച്ച് സാധനം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു രണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് കപ്പലണ്ടി, ഉപ്പ്, അവല്, 1.5 കപ്പ് അവല്. ആദ്യം നമുക്ക് അവല് ഒരു കിഴ്ത്തിയുള്ള പാത്രത്തിലോട്ടിട്ട് അതിനകത്തെ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളയാം. അരിപ്പയാണ്, അരിപ്പയ്ക്കകത്തോട്ടിട്ട് കണ്ടോ, ഇത്രയും അഴുക്ക് അതിനകത്തുനിന്ന് വീണേ. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകണം. ഒത്തിരി നേരം വെള്ളത്തിലിടരുത്, കുഴഞ്ഞു പോകും. ആദ്യമുള്ള അഴുക്ക് പോകാൻ നമ്മൾ കഴുകി. ഇനി നമുക്കിതിവിടെ വെക്കാം. ഇതൊന്ന് കുതിർന്ന് വരാനാണ് ഇങ്ങനെ വെക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചട്ടി ചൂടാക്കി ആദ്യം അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാതെ നമ്മുടെ കപ്പലണ്ടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ പുറത്തെ തൊലി പോകാനും ഒന്ന് വേകാനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കണം, എന്നാലേ ഇതിൻ്റെ പുറത്തെ തൊലി പോകത്തുള്ളൂ. ആ ചട്ടി നമ്മൾ തുടച്ചെടുത്തു. അതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ പോഹ ഉണ്ടാക്കാം. ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. നമ്മളിനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി. നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ആ പച്ചമുളക് ഇട്ട്, ഒരു പച്ചമുളക്, എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പിട്ടു. 1 ടീസ്പൂൺ ഉപ്പായിട്ടത് ഇപ്പോഴ്, വേണമെങ്കിൽ നമുക്ക് പിന്നിടാം. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കപ്പലണ്ടിയുടെ തൊലി കളഞ്ഞതും ഇതിനകത്തോട്ടിട്ടു. കപ്പലണ്ടിയിലൊക്കെ ഉപ്പ് പിടിക്കണം, അതിനാണ് ഇപ്പോഴിട്ടത്. പിന്നെ ആണേലും ഇടാം, പക്ഷേ ഇപ്പോൾ ഇടുമ്പോൾ ആ കപ്പലണ്ടിയിലൂടെ ഉപ്പൊക്കെ പിടിക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, അതായത് കഴുകി ഊറ്റി വെച്ച അവലിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഉപ്പും മഞ്ഞളും എല്ലാം ഇതിൽ പിടിക്കണം. എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തു. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച മല്ലിയില ഇട്ടു. ഒന്നുകൂടി ഇളക്കാം. മല്ലിയില ഒന്ന് വാടി വന്നു. ഇനി നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാമേ. തീ ഓഫ് ചെയ്തിട്ട് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. നാരങ്ങ ഒഴിക്കുമ്പോൾ തീ വെക്കരുത്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം കഴിക്കാനായിട്ട്. ഇനി നമ്മൾ പ്ലേറ്റിനകത്ത് എടുത്തില്ലേ, അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉള്ളി ഇഷ്ടമുള്ളവരിട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മിക്സർ ഇഷ്ടമുള്ളവരിട്ടാൽ മതി. നമുക്ക് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് സാധാരണ കഴിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.